ടണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പാർസൽ സൗകര്യം നിർത്തുന്നു. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ പാർസൽ ഓഫീസ് അടയ്ക്കാൻ ദക്ഷിണ റെയിൽവേ ചീഫ് കമേഴ്ഷ്യൽ മാനേജർ ഉത്തരവിറക്കി. ഇതോടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മാർഗം സാധനങ്ങൾ അയക്കാൻ സാധിക്കില്ല. ഇനി മുതൽ കോഴിക്കോടോ കണ്ണൂരോ പോയാൽ മാത്രമേ സാധനങ്ങൾ അയക്കാൻ കഴിയുകയുള്ളൂ. നേരത്തെ തന്നെ വടകരയിലെയും പയ്യന്നൂരിലെയും പാഴ്സൽ സംവിധാനം റെയിൽവേ ഒഴിവാക്കിയിരുന്നു. ഏറ്റവും ലാഭകരമായി നടന്നു വന്നതാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ വിഭാഗം. പ്രതിമാസം ശരാശരി 3.5 ലക്ഷം രൂപയാണ് ഇവിടുത്തെ പാഴ്സൽ ഓഫീസിലെ വരുമാനം. ഇക്കഴിഞ്ഞ മാസം 3.75 ലക്ഷം രൂപ പാഴ്സൽ മുഖേന തലശ്ശേരിയിൽ നിന്ന് റെയിൽവേക്ക് വരുമാനം ലഭിച്ചു. 8 പതിറ്റാണ്ട് മുൻപ് തന്നെ തലശ്ശേരിയിൽ പാഴ്സൽ സർവീസ് ഉണ്ടായിരുന്നു. 100 കണക്കിന് യാത്രക്കാർക്ക് ലഭ്യമായ സൗകര്യമാണ് ഇപ്പോൾ അധികൃതർ തടയുന്നത്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരുന്നു തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പാഴ്സൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. പാഴ്സൽ ഓഫീസ് അടച്ചാൽ ഇതിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന 2 വനിതകൾ ഉൾപ്പെടെ 10ഓളം കൂലി പോർട്ടർമാർക്ക് ജോലിയില്ലാതാവും. കുടക്, വയനാട് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലേക്കുള്ള പാഴ്സൽ എത്തുന്നതും തലശ്ശേരി സ്റ്റേഷനിൽ നിന്നാണ്. മത്സ്യങ്ങൾ, കല്ലുമ്മക്കായ തുടങ്ങിയ മത്സ്യവിഭവങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതും ഇവിടെ നിന്നാണ്. മദ്രാസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റീൽ പാത്രങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. വടകര റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ സർവീസ് നേരത്തെ അടച്ചുപൂട്ടിയിരുന്നു. ഇതേ തുടർന്ന് വടകര, നാദാപുരം, കല്ലാച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ തലശ്ശേരിയിൽ എത്തിയാണ് പാർസൽ അയച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ മരങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്നാണ് കയറ്റി അയച്ചിരുന്നത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ സർവീസ് നിർത്തിവച്ച റെയിൽവേ നടപടി പ്രതിഷേധാർഹമാണെന്നും ഉടൻ പുനഃപരിശോധിക്കണമെന്നും തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ പറഞ്ഞു. ദിനംപ്രതി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ 3.5 ലക്ഷത്തിന് മേലെ ലാഭം കിട്ടുന്ന രീതിയിൽ ഈ പാർസൽ സർവീസ് പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു കാര്യം എടുത്തു മാറ്റേണ്ട ഒരു ആവശ്യം നിലവിൽ ഇല്ല എന്നിരിക്കെ എന്തിനു വേണ്ടി റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ ഇതിവിടുന്ന് മാറ്റി എന്നതിന്റെ ഉത്തരം പറയാൻ അവർ ബാധ്യസ്ഥരാണ്. റെയിൽവേ അതിൽ നിന്ന് പിന്മാറണം, ഇവിടെ പുനഃസ്ഥാപിച്ചു തരണം. ഇതിവിടെ ആവശ്യമാണ്. ഇത്തരം സൗകര്യങ്ങൾ റെയിൽവേയിൽ നിന്നും ഓരോന്നോരോന്നായി എടുത്ത് മാറ്റുന്ന ഈ ശൈലി ശരിയല്ല. മുൻപ് ഇവിടെ ഗുഡ്ഷെഡ് ഉണ്ടായിരുന്നു. ആ ഗുഡ്ഷെഡ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചായിരുന്നു. അപ്പോഴാണ് ഗുഡ്ഷെഡ് എടുത്തിവിടുന്ന് മാറ്റപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ റെയിൽവേയുടെ സ്ഥലങ്ങൾ പല ആളുകൾക്കും വീതിച്ചു കൊടുക്കാൻ പോവുകയാണ്. സ്വകാര്യ വ്യക്തികൾക്ക് 8.5 ഏക്കറോളം സ്ഥലം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ കണ്ണായ സ്ഥലം, ബസ് സ്റ്റാൻഡിന് മുഖമായി കിടക്കുന്ന സ്ഥലം എടുത്ത് സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ പോയാൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ പല കാര്യങ്ങളും ഇല്ലാതാവും. ദിനം പ്രതി 3.5 ലക്ഷം രൂപ വരുമാനത്തിൽ ലാഭത്തോടു കൂടി പ്രവർത്തിക്കുന്ന തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ സർവീസ് നിർത്തിയത് തൊഴിലാളികളോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KK സഹദേവൻ പറഞ്ഞു. ഓരോ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നിയമം കൊണ്ടുവരുന്നതാണ് നമ്മളുടെ മനസ്സിലാക്കുക. പക്ഷെ ഇത് ജനങ്ങളെ അടക്കം ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 100-100ഓളം ആളുകൾ ജീവിക്കുന്ന മത്സ്യമായിട്ടും അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളായിട്ടും എല്ലാം ഗോവ വരെ കല്ലുമ്മക്കായും റമ്പക്കയും സാധനങ്ങളെല്ലാം കയറ്റി വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കേരളത്തിലെ പല ഭാഗത്തു നിന്നും ബോംബെ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതെല്ലാം ചെയ്യുന്ന പോർട്ടർമാർക്കടക്കം തൊഴിലില്ലാത്ത രീതിയിലേക്കാണ് ഇത് പോകുന്നത്. പാർസൽ ഓഫീസ് നിർത്തുന്നത് തൊഴിലാളികൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുമെന്ന് വനിതാ പോർട്ടർ CK ശ്രീജ പറഞ്ഞു. 15 വർഷമായി ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പെട്ടെന്നാണ് പണി ഇങ്ങനെ അറിയാൻ കഴിഞ്ഞത്. പിന്നീട് എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ കുടുംബം എല്ലാം വനിതകളിൽ 2 ആളാണ് ഇവിടെ ഉള്ളത്. വേറെ ഒരു വഴിയും മാർഗവും എനിക്കില്ല. ജീവിക്കേണ്ടത് എനിക്കൊരു മോനാണുള്ളത്. അവന് ജോലിയൊന്നും ആയിട്ടില്ല. അവന് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. നിങ്ങളുടെ വീട്, നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.